ഈ കേരളത്തിന് പുറത്തൊക്കെ പോകുമ്പോഴും പലയിടത്തും ക്ഷേത്രങ്ങൾ കാണാറുണ്ട്. പക്ഷേ എനിക്ക് അത്ഭുതം തോന്നാറുള്ളത് മറ്റ് പല സംസ്ഥാനങ്ങളിലും അയ്യപ്പ ക്ഷേത്രങ്ങൾ കാണാറുണ്ട്. ഞാൻ ബാംഗ്ലൂർ പോകുമ്പോൾ ബാംഗ്ലൂർ അയ്യപ്പ ക്ഷേത്രം കാണാറുണ്ട്. ഇത് ബാംഗ്ലൂർ മാത്രമല്ല, പലയിടത്തും ഉണ്ടല്ലോ. ഈ കേരളത്തിന് പുറത്ത് അയ്യപ്പനെക്കുറിച്ച് ഇങ്ങനെ പ്രചാരമുണ്ട്, ആളുകൾക്കറിയാം, അവിടുത്തെ ആളുകൾ വരുന്നുണ്ട്. പക്ഷേ അയ്യപ്പ ക്ഷേത്രങ്ങൾ ഇങ്ങനെ നിർമ്മിച്ചതിൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ? സ്വാമി വിമോചനാനന്ദ മലയാളിയാണ്. അപ്പോൾ അദ്ദേഹമാണ് കേരളത്തിൻ്റെ പുറത്ത് അയ്യപ്പ ക്ഷേത്രങ്ങൾ പണിയാൻ തുടങ്ങിയത്. അദ്ദേഹമാണ് ഈ ശബരിമല സന്നിധാനത്ത് ഈ ഹരിവരാസനം പാടി അയ്യപ്പനെ ഉറക്കുക എന്നുള്ള ചിട്ട തുടങ്ങി വെക്കുന്നതും സ്വാമി വിമോചനാനന്ദയാണ്. അത് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ കേൾക്കുന്ന ഒന്നാണ് ഈ ഹരിവരാസനമില്ല. അത് ആരാണ് സന്നിധാനത്ത് അത് പാടാനുള്ള ഏർപ്പാട് ചെയ്തതെന്നുള്ളത് കേട്ടിട്ടില്ല. അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ മകനെ എനിക്ക് നല്ല പരിചയം ഉണ്ടായിരുന്നു. ഗോപകുമാർ എന്ന് പറഞ്ഞിട്ട് IPS. അദ്ദേഹം മറ്റേ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ അവിടെ SP ആയിരുന്ന കാലം മുതൽ, സ്പെഷ്യൽ ബ്രാഞ്ച് SP ആയിരുന്ന കാലം മുതൽ എനിക്കറിയാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു മകളുടെ പേര് ഹെഡ്ക്വാർട്ടേഴ്സിൽ AIG ആയിരുന്നു അല്ലേ? ആ അതെ, കാർത്തിക ഗോപൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നൃത്തം ചെയ്യുന്ന 2 പെൺകുട്ടികൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പൊ ഇവരുടെയൊക്കെ പത്രത്തിലുമൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇവർക്ക് 1ാം സമ്മാനം കിട്ടുക, 2ാം സമ്മാനം, ഗ്രേസ് മാർക്കൊക്കെ കിട്ടുമല്ലോ. ഗൈനക്കോളജിസ്റ്റോ മറ്റോ. ഈ മകള് കോട്ടയം ബന്ധമുണ്ടല്ലേ? കോട്ടയമല്ല, തിരുവനന്തപുരമായി ഇവര്, തിരുവനന്തപുരത്തുകാരാ. ഈ ഡോക്ടർമാരാണ്, ഈ മകളൊക്കെ ഡോക്ടറാണ്, ഈ കാർത്തിക ഗോപനൊക്കെ. ഇവർ ഡാൻസ് ചെയ്യുന്ന സമയത്ത് ഒരിക്കൽ എന്നോടൊരു ഫോട്ടോഗ്രാഫർ പറഞ്ഞിട്ടുണ്ട്, ഈ തട്ടുണ്ടാവുമല്ലോ സ്റ്റേജിൻ്റെ പലകകൾ ഇങ്ങനെ. അപ്പോൾ പലകകളിൽ എവിടെയോ നോക്കുമ്പോൾ ഈ പൊട്ടാൻ സാധ്യതയുള്ളതാണെന്ന് ഗോപകുമാറിന് തോന്നിയിട്ട് ഈ മകളുടെ കൂടെ പോയ ഗോപകുമാർ ഈ സ്റ്റേജിൻ്റെ അടിയിൽ പോയിട്ടേ ഈ തട്ടുകൾ കൈകൊണ്ട് ചുമന്ന് നിന്നു. അത് സ്വന്തം മകളിൽ ഡാൻസ് കളിക്കുമ്പോൾ മാത്രമല്ല, മുഴുവൻ ഇരുന്നവരെ അങ്ങനെ ചെയ്തിരുന്നു എന്നെ ഒരു ഫോട്ടോഗ്രാഫർ പറഞ്ഞിട്ടുണ്ട് മുമ്പ്. വളരെ എന്താ പറയുക, ഒരു സാത്വിക പ്രകൃതി ഉണ്ടായിരുന്ന ഒരാളാണ്. ഞാൻ കൂടുതലും അദ്ദേഹമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ഈ ചാരക്കേസിൻ്റെ സമയത്താണ്. കൂടുതലും നേരിട്ട് പോയി കണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ കാശിയിൽ തിലഭാണ്ഡേശ്വരം മഹാദേവ ക്ഷേത്രത്തിൻ്റെ അടുത്താണ് അയ്യപ്പ ക്ഷേത്രം. അതാണ് കേരളത്തിന് പുറത്ത് തുടങ്ങുന്ന ആദ്യത്തെ അയ്യപ്പ ക്ഷേത്രം. തിലം എന്ന് പറഞ്ഞാൽ എള്ളാണല്ലോ. അപ്പോൾ ഈ തിലഭാണ്ഡേശ്വരം മഹാദേവ ക്ഷേത്രത്തിലെ ഈ ശിവലിംഗം എല്ലാ കൊല്ലവും എള്ളിട വളരും എന്നുള്ള വിശ്വാസത്തിൽ നിന്നാണ് തിലഭാണ്ഡേശ്വര ക്ഷേത്രം എന്നതിന് പേര് പറയുന്നത്. അപ്പോൾ അവിടെ ആ ക്ഷേത്രത്തിലെ മലയാളത്തിലെ ശിലാഫലകത്തിൽ എഴുതിയിട്ടുണ്ട് 1952 മാർച്ച് 31 വിശ്വേശ്വരാനന്ദ പ്രതിഷ്ഠ നിർവഹിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹമാണ് വിമോചനാനന്ദ പ്രതിഷ്ഠ നിർവഹിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. വിഗ്രഹം തമിഴ് ഭക്തർ സംഭാവന ചെയ്തതാണെന്നും അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അയ്യപ്പനെ പുറത്തേക്ക് കൊണ്ടുപോയ ഈ ഇദ്ദേഹം നെയ്യാറ്റിൻകരയിലാണ് ജനിച്ചത്. വിമോചനാനന്ദ മേടയിൽ കുഞ്ഞികൃഷ്ണപിള്ളയുടെ മകൻ K. ഗോവിന്ദൻ നായർ, അതാണ് പൂർവാശ്രമത്തിലെ പേര്, ഗോവിന്ദൻ നായർ. 23 വയസ്സിൽ നീറമൺകര NSS കോളേജിലെ ഇംഗ്ലീഷ് ലെക്ചറർ കാർത്തിയാനി അമ്മയെ വിവാഹം ചെയ്തു. ജയകുമാരി, ഈ ഗോപകുമാർ, ഭരതകുമാരി, G. വിജയകുമാർ, ഇത്രയും പേരാണ് മക്കളൊക്കെ അദ്ദേഹത്തിൻ്റെ മക്കൾ. ഈ 1950 ജൂലൈയിൽ തീ വച്ചല്ലോ കാഞ്ഞിരപ്പള്ളിക്കാർ ചിലർ അയ്യപ്പ ശബരിമല ക്ഷേത്രത്തിന്. ആ സമയത്ത് ഹിമാലയത്തിലായിരുന്നു വിമോചനാനന്ദ. അവിടുന്ന് തിരിച്ചു വരുമ്പോഴാണ് ഈ തീവച്ച വിവരം അറിയുന്നത് ശബരിമല. അന്ന് മനസ്സിൽ കയറിയതാണ് അവിടുത്തെ ക്ഷേത്രം തീവച്ച ആളുകൾ നശിപ്പിച്ചാലും ഇന്ത്യയിൽ മുഴുവൻ അയ്യപ്പ ക്ഷേത്രങ്ങൾ ഉണ്ടാകണം. ആ ആഗ്രഹത്തിൽ നിന്നാണ് ഈ ആദ്യത്തെ ക്ഷേത്രവും പിന്നീടുള്ള ക്ഷേത്രങ്ങളുമൊക്കെ വരുന്നത്. അപ്പോൾ
1936 28ാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് ശബരിമലയിലേക്ക് പോകുന്നത്. അങ്ങനെ അയ്യപ്പൻ മനസ്സിൻ്റെ ഉള്ളിൽ നിറഞ്ഞു. അയ്യപ്പൻ്റെ ഒരു ലോഹ വിഗ്രഹം വീട്ടിൽ വച്ചിട്ട് അത് പൂജിക്കാൻ തുടങ്ങി. ഈ തിരിച്ചു വന്ന ശേഷം അദ്ദേഹം വർഷത്തിൽ 3 തവണ ശബരിമലയ്ക്ക് പോകുന്നത് സ്ഥിരമാക്കി. പലപ്പോഴും അവിടെ തന്നെ ഈ നടയൊക്കെ അടച്ചാലും ഭജനവുമായിട്ടൊക്കെ കൂടി. പൂട്ടിക്കഴിഞ്ഞാലും ശബരിമല ക്ഷേത്രം പൂട്ടിക്കഴിഞ്ഞാലും ഭജനമായിട്ട് അവിടെ കാടാണ് ആ കാലത്ത്, അവിടെ അങ്ങ് കൂടുമായിരുന്നു. ഈ ലൗകിക ജീവിതത്തിൽ നിന്ന് പതിയെ വിട്ടുമാറാൻ തുടങ്ങി. പിന്നെ ചവറയിൽ റേഷനിങ് ഡിപ്പോയിലായിരുന്നു ജോലി. 37 വയസ്സിൽ ആ ജോലിയും വേണ്ട എന്ന് വെച്ചു. അപ്പോൾ 1948 ശബരിമലയിൽ സ്ഥിര താമസം തുടങ്ങുകയാണ് സ്വാമിജി ഘോരവനത്തിൻ്റെ അകത്ത്. ഇത് നമ്മൾ ഹരിവരാസനത്തിൻ്റെ കഥ നമ്മൾ വായിക്കുമ്പോൾ ആലപ്പുഴയിൽ കളർകോട് ഗോപാലമേനോൻ എന്നൊരാളും ഇതുപോലെ സന്നിധാനത്ത് പൂട്ടിക്കഴിഞ്ഞാലും വനത്തിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ കൂടുന്ന ഒരു കഥാപാത്രമുണ്ട് ആ ഹരിവരാസന കഥയിൽ. അപ്പോൾ ഈ കളർകോട് ഗോപാലമേനോൻ്റെ കൂടെ ഇദ്ദേഹം പിന്നീട് വിമോചനാനന്ദ ആയ ഈ ഗോവിന്ദൻ നായരും കൂടുമായിരുന്നു. അവരൊന്നിച്ച് തപസ് ചെയ്യുക, അവിടെ കാനനത്തിൽ തപസ് ചെയ്യുക എന്നുള്ള പരിപാടികൾ. ഈ മൃഗങ്ങളെ ആക്രമിക്കുന്നുള്ളതുകൊണ്ട് മരത്തിൻ്റെ മുകളിൽ ഏറുമാടം കെട്ടിയിട്ട് ആണ് അവർ രണ്ടുപേരും ജീവിച്ചുകൊണ്ടിരുന്നത്. സന്യാസിയാകാം എന്ന് തീരുമാനിച്ചു. അത് കഴിഞ്ഞ് ഒരു പേര്, പല പേരുകൾ എഴുതി. വിമോചനാനന്ദ എന്നുള്ള പേരാണ് ഉള്ളിലുണ്ടായിരുന്നത്. നറുക്കിട്ട് പല പേരുകൾ എഴുതി നറുക്കെടുത്തപ്പോഴും വിമോചനാനന്ദ എന്ന് കിട്ടി. അത് കഴിഞ്ഞ് ഹിമാലയത്തിലേക്ക് പോയി. അയ്യപ്പനെയാണ് ഗുരുവായിട്ട് കരുതിയിരുന്നത്. അയ്യപ്പൻ ആണ് എൻ്റെ മാനസ ഗുരു എന്ന് കരുതിയാണ് പോയിരുന്നത്. പക്ഷേ ഹിമാലയത്തിൽ പൂർണ്ണ നഗ്നായ ഒരു യോഗി കണ്ട് അയ്യപ്പനെയാണ് ഞാൻ ഗുരുവായിട്ട് കരുതുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ യോഗി മന്ത്രദീക്ഷ കൊടുത്തു. മന്ത്രദീക്ഷ കൊടുത്തപ്പോൾ ഒരു പ്രത്യേക വരം പോലെ ഈ തീരാവ്യാധിയിൽ നിന്ന് ആരെങ്കിലും രക്ഷിക്കണമെന്ന് തോന്നിയാൽ ചൊല്ലാനുള്ളൊരു മന്ത്രം കൂടി കൊടുത്തു. ഈ തിലബാണ്ടേശ്വരത്ത് അച്യുതാനന്ദ സ്വാമി എന്ന് പറഞ്ഞിട്ടൊരു മലയാളി ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം 2 അയ്യപ്പ വിഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു. ഒരെണ്ണം അയ്യപ്പ വിഗ്രഹം പണിത് പൂർത്തിയായല്ലോ, രണ്ടാമത്തത് ഹരിദ്വാറിൽ പ്രതിഷ്ഠിക്കാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ അവിടെ ഗംഗ കനാൽ പദ്ധതിയിൽ ഹരിപ്രസാദ് ശർമ്മ എന്ന് പറഞ്ഞൊരു എൻജിനീയർ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ആ എൻജിനീയർ ഈ സ്വാമി വിമോചനാനന്ദയുടെ അടുത്ത് വന്നിട്ടൊരു സങ്കടം പറഞ്ഞു. എൻ്റെ മകന് സംസാരശേഷിയില്ല, എന്താ ചെയ്യുക എന്ന് ചോദിച്ചു. ശബരിമലയ്ക്ക് പോകാൻ പറഞ്ഞു. അയ്യപ്പനാണ് ഇതൊക്കെ നിവർത്തിച്ച് തരിക എന്ന് പറഞ്ഞു. പിന്നെ തീരാവ്യാധിയുടെ ഒരു മന്ത്രം ഉണ്ടല്ലോ, ആ മന്ത്രം ചൊല്ലി അത് കഴിഞ്ഞ് ശബരിമലയിലേക്ക് പോകാൻ പറഞ്ഞു. ശബരിമലയിലേക്ക് പോയിട്ട് ഇരുമുടി കെട്ടെടുത്തിട്ട് ഈ മല കയറുമ്പോൾ ചുറ്റും ശരണം വിളിയാണല്ലോ. ഈ ആരവത്തിൻ്റെ ഇടയ്ക്ക്, ഘോഷത്തിൻ്റെ ഇടയ്ക്ക് മകൻ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിന് നിമിത്തമായത് സ്വാമിയാണ് എന്നുള്ളത് കൊണ്ട് അയ്യപ്പ ക്ഷേത്രത്തിനുള്ള സ്ഥലം ഈ ശർമ്മ അവിടെ ഹരിദ്വാറിൽ വാങ്ങിച്ച് സംഭാവന ചെയ്തു. അവിടെയാണ് ഈ വരുന്നത്. ഞാൻ ഈ വിമോചനാനന്ദയെ പറ്റി ഇപ്പോൾ സംസാരിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ MG രാധാകൃഷ്ണൻ എഴുതിയ ഹിമാലയ രാഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഹിമാലയ യാത്രയുടെ പുസ്തകത്തിൽ ഈ വിമോചനാനന്ദയെ പരാമർശിക്കുന്നുണ്ട്. അവിടുത്തെ പൂജാരി കൃഷ്ണൻ നമ്പൂതിരിയോ പറ്റിയൊക്കെ പറയുമ്പോൾ അവർക്ക് പരിചയം ഉണ്ടായിരുന്ന ആള് എന്നുള്ള മട്ടിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ കഥ ഗോപകുമാറും ഒക്കെ പറഞ്ഞതൊക്കെ ഓർമ്മയിൽ വന്നത്. അപ്പോൾ അവിടെ വിഗ്രഹപ്രതിഷ്ഠയ്ക്ക് പുനലൂരുകാരനൊരു രാജൻ വേറെ സാമ്പത്തിക സഹായമൊക്കെ കൊടുത്തു. ശബരിമല ക്ഷേത്രത്തിലെ മേൽശാന്തി അമ്പിളി കൃഷ്ണൻ നമ്പൂതിരി, P. ഈശ്വരൻ നമ്പൂതിരി, ഇവർ രണ്ടുപേരെയും ഹരിദ്വാറിൽ കൊണ്ടുപോയി 1955 മെയ് 23 ആണ് പ്രതിഷ്ഠ നടത്തുന്നത്. ഈ ഈശ്വരൻ നമ്പൂതിരി
എന്ന് പറഞ്ഞ ആൾ ശബരിമലയിൽ ഈ മറ്റേ തീവയ്പ്പിന് ശേഷവും ഒക്കെ മേൽശാന്തിയായ ആളാണ്. അതിന് മുമ്പ് മറ്റേ അച്ചൻകോവിലിൽ മേൽശാന്തിയായിരുന്ന ആളാണ് അദ്ദേഹം അയ്യപ്പ ക്ഷേത്രത്തിൽ. അപ്പോൾ ഗോപകുമാറിന് ഇദ്ദേഹം കത്തെഴുതി ഈ പ്രതിഷ്ഠയൊക്കെ പറ്റി മകന്. അപ്പോൾ ഗോപകുമാർ കുറേ ചീത്ത പറഞ്ഞിട്ട്, അച്ഛൻ എന്താണ് ഞങ്ങളെ നോക്കാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞിട്ട് മറുപടി അയച്ചു. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ കാര്യങ്ങളാണ്, ഇത് നിനക്ക് പിന്നെ എന്താണ് കാര്യങ്ങളെന്ന് മനസ്സിലാവും എന്ന് പറഞ്ഞു. 1997 റിട്ടയർ ചെയ്തു ഗോപകുമാർ. പക്ഷേ പിന്നീട് അച്ഛന് പലപ്പോഴും ഇവിടുന്ന് ഈ പഞ്ചലോഹ വിഗ്രഹം കൊണ്ടുപോകണമല്ലോ, അതിന് അതിർത്തി കിടക്കുമ്പോൾ പെർമിറ്റ് വേണ്ടേ. ഈ പെർമിറ്റ് മുഴുവൻ സംഘടിപ്പിച്ചു കൊടുത്തിരുന്നത് ഗോപകുമാറാണ്. പോലീസ് സ്വാധീനമുള്ളത്. ഈ ഗംഗാതീരത്തെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാവേരി തീരത്ത് വേണം എന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് ബംഗളൂരിൽ ജഗന്നാഥ് ഗുപ്ത എന്ന് പറഞ്ഞ ആൾ സഹായം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ശ്രീരംഗപട്ടണത്ത് ഈ രംഗനാഥസ്വാമി ക്ഷേത്രം ട്രസ്റ്റിൻ്റെ അധ്യക്ഷൻ ഈ ഡോക്ടർ രംഗസ്വാമി മുതലിയാരുടെ അടുത്ത് കൊണ്ടുപോയി. അദ്ദേഹം മുനിസിപ്പൽ ചെയർമാൻ ദമയന്തി വരഗൗഡയുടെ അടുത്ത് കൊണ്ടുപോയി. അത് 1953 അങ്ങനെ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കേരളത്തിന് പുറത്ത് അവിടെ ശ്രീരംഗപട്ടണത്ത് ഒരു അയ്യപ്പ ക്ഷേത്രം ഉണ്ടായി. അത് കഴിഞ്ഞ് കറുപ്പത്തൂർ, വിജയവാഡ, ഖമ്മം ഇവിടെയൊക്കെ വിമോചനാനന്ദ തന്നെ അയ്യപ്പ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി. ഈ ഈശ്വരൻ നമ്പൂതിരിയുടെ കാര്യം പറഞ്ഞല്ലോ, മേൽശാന്തി, അദ്ദേഹം അച്ചൻകോവിലായിരുന്ന കാലത്ത് അദ്ദേഹത്തിന് തുരീകാനന്ദ ബ്രഹ്മാനന്ദ സരസ്വതി ആണ് ശാസ്താസ്തുതി കദംബം എന്ന് പറഞ്ഞ പുസ്തകം കൊണ്ട് കൊടുക്കുന്നത്. അത് കമ്പൻകുടി കുളത്തുവയ്യർ സമാഹരിച്ച പുസ്തകമാണത്. ചാലയിലെ ജയേന്ദ്ര ബുക്ക് ഡിപ്പോ പ്രസിദ്ധീകരിച്ചത്. അതിലാണ് ഈ ഹരിവരാസനം ഈശ്വരൻ നമ്പൂതിരി ആദ്യമായിട്ട് കാണുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ശബരിമലയിലേക്ക് പോകുമ്പോഴും ഈ ഹരിവരാസനം കയ്യിലുണ്ട്. 1950 പുനഃപ്രതിഷ്ഠ നടക്കുമ്പോൾ ഈശ്വരൻ നമ്പൂതിരിയും ആ നേരത്തെ പറഞ്ഞ ആലപ്പുഴ നിന്നുള്ള ഗോപാലമേനോനും വിമോചനാനന്ദയും ഇത് നിത്യവും പാരായണം ചെയ്തു തുടങ്ങി. ഇതൊരു ചിട്ടയായിട്ട് നമുക്ക് സ്ഥിരമായിട്ട് ഇത് ചൊല്ലണം. ഇവരൊക്കെ പോയ ശേഷം ഈശ്വരൻ നമ്പൂതിരി ഇത് മറ്റേ ഗോപാലമേനോൻ നന്നായിട്ട് ചൊല്ലുമായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ സമാധിക്ക് ശേഷം ഈശ്വരൻ നമ്പൂതിരി ഹരിവരാസനം ചൊല്ലാൻ തുടങ്ങി. പിന്നെ ഇത് ഓടക്കുഴലിലും ഒരാൾ വായിക്കുമായിരുന്നു ആ കാലത്ത് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് ചൊല്ലുന്ന ഹരിവരാസനത്തിൽ കുറച്ച് വ്യത്യാസമുണ്ട് ഇന്നത്തെ എഴുന്ന്. ഹരിവരാസനം സ്വാമി വിശ്വമോഹനം, ഹരിതധീശ്വരം സ്വാമി ആരാധ്യപാദുകം എന്നുണ്ട്. ഇതിൽ എന്നോടൊരു സംസ്കൃത പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ കുറച്ച് ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ട്. ഈ ആരാധ്യപാദുകം എന്ന് പറയുന്നിടത്ത് ആര്യപാദുകം അതാണ് ശരി. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സമാസവും സന്ധിയും പക്ഷേ ഇതായിരിക്കും ഫിറ്റ്. അതെ, അത് ശരിയായി പോകാനായിട്ട് സംഗീതം ചെയ്യുമ്പോഴൊക്കെ അങ്ങനെയാണ്. ഇത് പ്രശ്നം എന്താണെന്നറിയാമോ? ആരാധ്യ പാദുകം എന്ന് പറഞ്ഞാൽ ഈ ചെരുപ്പില്ലേ, അത് ആരാധ്യമാണ് എന്നുള്ള അർത്ഥമാണ് കിട്ടുക. ഹര്യപാദുകം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പാദുകം എന്നുള്ള അർത്ഥവും കിട്ടും. അപ്പം അന്ന് ഉറക്കുപാട്ടായതുകൊണ്ട് നീലാംബരിയിലാണ് പാടിയിരുന്നത്. ബ്രഹ്മാനന്ദൻ നീലാംബരിയിൽ പാടിയ ഹരിവരാസനം ഉണ്ട്. ഇത് മധ്യമാവധിയിൽ ചെയ്യുന്നത് ദേവരാജനാണ്. ജയചന്ദ്രനും പാടിയിട്ടുണ്ട്. ഉണ്ട്. അപ്പോൾ യേശുദാസിന്റെ കേട്ട് നമ്മൾ കേട്ട് പഴകിപ്പോയി. അതെ, അതാണ് ഈശ്വരൻ്റെ ശബ്ദം എന്ന് പറയുന്നത്. 1985 കാക്കിനഡയിൽ വെച്ചിട്ടാണ് സുഖമില്ലാതെ വരുന്നത് സ്വാമിക്ക്. ശ്രീരംഗപട്ടണത്തേക്ക് മാറുന്നുണ്ട്. അയ്യപ്പ ക്ഷേത്രത്തോട് ചേർന്ന് സ്വാമിക്ക് ആശ്രമം ഉണ്ടായിരുന്നു. അവിടെ 1985 ഒക്ടോബർ 20 സ്വാമി വിമോചനാനന്ദ സമാധിയായി. നമ്മൾ ഈ അയ്യപ്പ ഭക്തന്മാർ ഇപ്പോൾ ഇന്ത്യയിൽ ആകെ വ്യാപിച്ചു വരിക. നേരത്തെ ദക്ഷിണേന്ത്യയിൽ മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ സീസൺ തുടങ്ങിയിരിക്കുന്ന സമയത്താണ് കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും അയ്യപ്പ ഭക്തന്മാർ വരുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ നിന്ന് വന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അയ്യപ്പൻ ഒരു ദേശീയ
പ്രതീകമായി മാറുക. കേരളത്തിൽ നിന്ന് ഭക്തജനങ്ങളെ ഹിന്ദുക്കളൊക്കെ ഒരുമിപ്പിക്കുന്ന ശിവശക്തി വൈഷ്ണവ ശൈവ ധാരകളുടെ സമ്മേളന സ്ഥലമാണല്ലോ ഹരിഹരപുത്രൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അയ്യപ്പൻ്റെ സന്ദേശം കേരളത്തിന് പുറത്തേക്ക് ക്ഷേത്രങ്ങളിലൂടെ എത്തിച്ച ഒരു സ്വാമിയെക്കുറിച്ച് ഞാൻ സത്യത്തിൽ ഇത്ര ആധികാരികമായി സമഗ്രമായി ആദ്യം കേൾക്കുകയാണ്. അപ്പോൾ ഏതായാലും സ്വാമി ശരണം, സാറിന് നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.